അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും സ്വീകരിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവരെ, പ്രവാചകനോടുള്ള സ്നേഹം, ആ വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചത്. ഇൻഷാ അല്ലാഹ് ആ പ്രവാചകരോടുള്ള അടങ്ങാത്ത സ്നേഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പ്രവാചകനോട് ഇഷ്ടം വച്ച ഒരുപാട് ചരിത്രങ്ങൾ നാം കേട്ടിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂൽ ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ഈ ഒരു ആയത്ത് ഇറങ്ങിയതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു, പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച വ്യക്തിയായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ സൗബാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത അസ്വസ്ഥനായിരിക്കുന്നത് കണ്ടു. പ്രവാചകൻ ചോദിച്ചു, എന്ത് പറ്റി? നീ ആകെ വിഷമത്തിലാണല്ലോ, നീ ആകെ അസ്വസ്ഥനാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യം തിരക്കിയപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്കൊരസുഖവും വേദനയുമില്ല നബിയേ. അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വരെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് നബിയേ. പിന്നീട് ഞാൻ പരലോകത്തെക്കുറിച്ചും ചിന്തിക്കും നബിയേ, അവിടെ ഞാൻ അങ്ങയെ കാണില്ലല്ലോ. കാരണം അങ്ങ് പ്രവാചകന്മാർക്കൊപ്പമായിരിക്കില്ലേ. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഏറ്റവും താഴ്ന്ന തട്ടിലായിരിക്കില്ലേ. എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനായില്ലെങ്കിൽ പിന്നെ അങ്ങേ ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ നബിയേ. ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ആയത്തിറങ്ങിയത്. വമൻ യുതിഇല്ലാഹ വറസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിനെയും റസൂലിനെയും ആര് അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹം ചെയ്ത പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരോടൊപ്പമായിരിക്കും. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.